ഇന്ത്യയുടെ ഹരിതോർജ്ജ മേഖലകളിൽ വിപ്ലവകരമായ കുതിച്ചുചാട്ടത്തിന് വഴി തുറന്ന് കേന്ദ്ര സർക്കാരിന്റെ ബൃഹത്തായ പദ്ധതി. രാജ്യത്തെ ജൈവമാലിന്യങ്ങളെയും കാർഷിക അവശിഷ്ടങ്ങളെയും കംപ്രസ്ഡ് ബയോഗ്യാസ് ആക്കി മാറ്റുന്ന ദേശീയ ഏകീകൃത പദ്ധതിയായ ഗോബർധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 23,731 കോടി രൂപ സാമ്പത്തിക അടങ്കലുള്ള ഈ ദേശീയ ബയോ എനർജി പദ്ധതി 2026-27 മുതൽ 2035-36 വരെയുള്ള 10 വർഷ കാലയളവിലാണ് നടപ്പിലാക്കുന്നത്. എന്താണ് ഈ കംപ്രസ്ഡ് ബയോഗ്യാസ് അഥവാ CBG? എങ്ങനെയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്ന CNGയുമായി തടസ്സമില്ലാതെ കൂട്ടിക്കലർത്താൻ കഴിയുന്നത്? ഒപ്പം കർഷകർക്കും ഗ്രാമീണ സംരംഭകർക്കും ഈ പദ്ധതി എങ്ങനെ തണലാകുന്നു? ഇവയെല്ലാം നമുക്ക് പരിശോധിക്കാം. കാണാം അമൃതഭാരതം പ്രത്യേക റിപ്പോർട്ട്. വളരെ ലളിതമായി പറഞ്ഞാൽ ചാണകം, വൈക്കോൽ, പഞ്ചസാര മില്ലുകളിലെ പ്രസ്മഡ്, നഗരങ്ങളിലെ ജൈവമാലിന്യങ്ങൾ എന്നിവ ശുദ്ധീകരിച്ച് നിർമ്മിക്കുന്ന പുനരുപയോഗ ഊർജ്ജമാണ് കംപ്രസ്ഡ് ബയോഗ്യാസ് അഥവാ CBG. സാധാരണയായി ജൈവമാലിന്യങ്ങൾ അഴുകുമ്പോൾ ലഭിക്കുന്ന അസംസ്കൃത ബയോഗ്യാസിൽ 55 മുതൽ 60% വരെ മാത്രമേ മീഥെയ്ൻ അടങ്ങിയിട്ടുള്ളൂ. എന്നാൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതിലെ കാർബൺ ഡയോക്സൈഡും മറ്റ് ഘടകങ്ങളും നീക്കം ചെയ്ത് 90%-ലധികം ശുദ്ധമായ മീഥെയ്നാക്കി മാറ്റി ഉയർന്ന മർദ്ദത്തിൽ ഘനീഭവിപ്പിച്ചെടുക്കുന്നതാണ് കംപ്രസ്ഡ് ബയോഗ്യാസ്. പ്രകൃതിവാതകത്തിന്റെ അഥവാ CNGയുടെ അതേ രാസഘടനയാണ് കംപ്രസ്ഡ് ബയോഗ്യാസിലുമുള്ളത്. അതിനാൽ ഇതിന് ഇന്റർഓപ്പറബിലിറ്റി ശേഷി വളരെ കൂടുതലാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന CNG ഇന്ധന പൈപ്പ് ലൈനുകളിലേക്കും ഗാർഹിക PNG നെറ്റ്വർക്കുകളിലേക്കും യാതൊരുവിധ എൻജിൻ മാറ്റങ്ങളോ പൈപ്പ് ലൈൻ മാറ്റങ്ങളോ ഇല്ലാതെ തന്നെ നേരിട്ട് CBG കൂട്ടിക്കലർത്താൻ സാധിക്കും. പെട്രോളിയം ഇന്ധനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭാരതത്തിന് സ്വന്തം മണ്ണിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ഇതോടൊപ്പം വിദേശ നാണ്യവും വൻതോതിൽ ലാഭിക്കാം. രാജ്യത്തെ CBG ഉൽപ്പാദനം നിലവിലുള്ളതിന്റെ 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബൃഹത്തായ പദ്ധതികളാണ് ഗോബർധൻ മിഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് അഷ്വർഡ് CBG ഓഫ്ടേക്ക് അഥവാ CBGയുടെ വിൽപ്പന ഉറപ്പാക്കുന്നതാണ്. സിറ്റി ഗ്യാസ് വിതരണ കമ്പനികൾ വാഹന CNGയിലും പൈപ്പ് ഗ്യാസിലും നിർബന്ധമായും CBG ബ്ലെൻഡ് ചെയ്യണം. 2026-27 3%, 2027-28 4%, 2028-29 മുതൽ 5% CBG നിർബന്ധമായും കലർത്തണം. ഇത് നിർമ്മാതാക്കൾക്ക് ഉറപ്പുള്ള വിപണി നൽകും. രണ്ടാമത്തേത് സുസ്ഥിര വില നിർണ്ണയ സംവിധാനമാണ്. ഉൽപ്പാദിപ്പിക്കുന്ന വാതകത്തിന്റെ ഊർജ്ജ മൂല്യമനുസരിച്ച് 1 മില്യൺ BTU അഥവാ MMBTU ഒന്നിന് 2110 രൂപ തറവില നിരക്കിൽ 10 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്നു. ഇത് വിപണിയിലെ വില വ്യതിയാനങ്ങളിൽ നിന്ന് സംരംഭകരെ സംരക്ഷിക്കുന്നു. മൂന്നാമത്തേത് മൂലധന സഹായമാണ്. പുതിയ CBG പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് പ്രതിദിനം 1 ടൺ ഉൽപാദനശേഷിക്ക് 2 കോടി രൂപ വരെ കേന്ദ്ര സഹായം ലഭിക്കും. गांव में पशुओं खेतों से मिला कचरा हो, ये सब एक तरह से गोबर्धन ही है. शहर के कचरे और पशुधन से गोबर्धन, फिर गोबर्धन से स्वच्छ इंजन, फिर स्वच्छ ईंधन से ऊर्जा धन. ये श्रृंखला जीवन धन का निर्माण करती है. इस श्रृंखला की हर कड़ी कैसे एक दूसरे से जुड़ी हुई है, उसके प्रत्यक्ष प्रमाण के तौर पर इंदौर का ये गोबर्धन प्लांट अब दूसरे शहरों को भी प्रेरणा देगा. मुझे खुशी है कि आने वाले 2 वर्षों में देश के 75 बड़े नगर निकायों में इस प्रकार के गोबर्धन बायो CNG प्लांट बनाने पर काम किया जा रहा है. ये अभियान भारत के शहरों को स्वच्छ बनाने, प्रदूषण रहित बनाने, क्लीन एनर्जी की दिशा में बहुत मदद करेगा. और अब तो शहरों में ही नहीं बल्कि देश के गांवों में भी हजारों की संख्या में
गोवर्धन बायोगैस प्लांट लगाए जा रहे हैं। അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനും ജൈവവളം സംസ്കരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾക്കും ഈ സാമ്പത്തിക സഹായം ബാധകമാണ്. നാലാമത്തെ ഘടകം പൈപ്പ് ലൈൻ അടിസ്ഥാന സൗകര്യത്തിന്റെ വിപുലീകരണമാണ്. CBG പ്ലാന്റുകളെ പ്രധാന ഗ്യാസ് ലൈനുകളുമായും സിറ്റി ഗ്യാസ് ശൃംഖലകളുമായും ബന്ധിപ്പിക്കുന്ന പൈപ്പ് ലൈനുകൾ നിർമ്മിക്കുന്നതിലൂടെ വാതകം കൊണ്ടുപോകുന്നതിനുള്ള ഗതാഗത ചിലവ് വൻതോതിൽ കുറയ്ക്കാൻ സാധിക്കും. അഞ്ചാമത്തേത് വായ്പാ ഗ്യാരണ്ടി സപ്പോർട്ട്. ചെറുകിട ഇടത്തരം സംരംഭകർക്കും വനിതാ സംരംഭകർക്കും പുതിയതായി കടന്നുവരുന്നവർക്കും പദ്ധതി ആരംഭിക്കാൻ ബാങ്ക് വായ്പകൾ അനായാസം ലഭ്യമാക്കുന്നതിനായി സർക്കാർ വായ്പാ റിസ്ക് ഏറ്റെടുക്കുകയും ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുകയും ചെയ്യുന്നു. അവസാനത്തേത് ഇക്കോസിസ്റ്റം ചലഞ്ച് ഫണ്ടാണ്. ജില്ലാതലത്തിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത മാപ്പ് ചെയ്യാനും ശേഖരണ സംവിധാനങ്ങൾ ഉറപ്പാക്കാനും സാങ്കേതിക വികസനത്തിനും ജൈവവളത്തിന്റെ മൂല്യവർദ്ധനവിനുമായി പ്രത്യേക ഫണ്ട് ഉപയോഗിക്കും. ഗോബർധൻ പദ്ധതിയിലൂടെ ഇന്ത്യയിലെ കർഷകർ രാജ്യത്തിന്റെ ഊർജ്ജ പങ്കാളികളായി മാറുകയാണ്. വൈക്കോലും ചാണകവും വിൽക്കുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നു. മാത്രമല്ല, CBG നിർമ്മാണത്തിന് ശേഷം ലഭിക്കുന്ന അവശിഷ്ടങ്ങൾ മികച്ച രീതിയിൽ സംസ്കരിച്ച് ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ എന്ന പേരിൽ ഗുണമേന്മയുള്ള ജൈവവളമാക്കി മാറ്റുന്നു. ഇത് രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും രാസവള ഇറക്കുമതി തടയാനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വീണ്ടെടുക്കാനും സഹായിക്കുന്നു. മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് എന്ന തത്വം യാഥാർത്ഥ്യമാക്കി ഗ്രാമീണ ഭാരതത്തെ ഹരിതോർജ്ജ ഉൽപാദന കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം വിദേശ നാണ്യം ലാഭിക്കാനും ഗ്രാമീണ മേഖലയിൽ 10,000-കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഗോബർധൻ പദ്ധതി വഴി സാധിക്കും. സ്വയം പര്യാപ്തവും വികസിതവുമായ ഒരു നവഭാരത നിർമ്മിതിയിലേക്ക് ഗോബർധൻ പദ്ധതിയിലൂടെ രാജ്യം മറ്റൊരു വലിയ ചുവടുവയ്പ് കൂടി പൂർത്തിയാക്കുകയാണ്.